നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. Review petition and respect the earlier judgment striking down NEET. Sir, the review petition, your amma, the review petition that kept this examination alive. പാർലമെന്റിലെ രസകരവും അതിലേറെ ചിരി ഉണർത്തിയതുമായ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഇത് ഒരു തമാശ രൂപേണയും എടുക്കാൻ സാധിക്കില്ല. പാർലമെന്റിലിരുന്ന് അമ്മയ്ക്ക് വിളികേട്ട ആദ്യത്തെ MP ആരാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ജോൺ ബ്രിട്ടാസ് MPയുടെ പേര് പറയാം. മറ്റുള്ളവരോടെല്ലാം പുച്ഛവും പരിഹാസവും താൻ എന്തോ വലിയ സംഭവമാണെന്നുമുള്ള ബോഡി ലാംഗ്വേജും തലയിലേറ്റി നടക്കുന്ന ഒരു സ്വയം പൊങ്ങി ഹിറ്റ് ലിസ്റ്റിലാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP പെട്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും മധ്യസ്ഥത വഹിക്കുന്ന നല്ല ഒന്നാന്തരം പാലമാണ് അദ്ദേഹം. എന്നിട്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഷോ കാണിക്കും. അതാണ് ജോൺ ബ്രിട്ടാസ് MP. ഇപ്പോൾ സംഭവം മറ്റൊന്നുമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭ MP തമ്പിദുരൈ നീറ്റ് വിഷയത്തിൽ ഇന്നലെ പാർലമെന്റിൽ സംസാരിക്കുകയാണ് അദ്ദേഹം. അപ്പോഴാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അദ്ദേഹം തുടങ്ങുമ്പോഴേ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചാണ് അദ്ദേഹം സഭയിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം തന്റെ പ്രസംഗം തുടക്കത്തിലേ പറയുന്നുണ്ട് അവർ ഹോണറബിൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ അമ്മ എന്ന്. അത് കേട്ടുകഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകും അദ്ദേഹം ഏത് അമ്മയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൊട്ടുപുറകിലാണ്, ഇദ്ദേഹം സംസാരിക്കുന്ന സീറ്റിന് തൊട്ടുപുറകിലാണ് ജോൺ ബ്രിട്ടാസ് MP ഇരിക്കുന്നത്. അദ്ദേഹം ഈ MP തമ്പിദുരൈ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഹോണറബിൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പുറകിലിരുന്നു കൊണ്ട് വിച്ചമ്മ എന്ന് ഏതമ്മയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇത് കേൾക്കാത്ത മട്ടിൽ അദ്ദേഹം അവഗണിച്ച് അദ്ദേഹം തന്റെ പ്രസംഗം തുടരുകയായിരുന്നു. പക്ഷേ ജോൺ ബ്രിട്ടാസ് MP ഈ ചോദ്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുമാതിരി ആ വ്യക്തിയെ, അല്ലെങ്കിൽ ഏതമ്മയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. എന്നിട്ടും ഒരുമാതിരി മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടും അദ്ദേഹം വിച്ചമ്മ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തമ്പിദുരൈ MP സഹികെട്ട് ജോൺ ബ്രിട്ടാസിന് നേരെ കൈ ചൂണ്ടി ഒരു മാസ് മറുപടി നൽകിയത്. യുവർ അമ്മ, നിന്റെ അമ്മ എന്ന അർത്ഥത്തിൽ അദ്ദേഹം വിരൽ ചൂണ്ടി ഈ ഒരു മറുപടി പറഞ്ഞ് അദ്ദേഹം തന്നെ പ്രസംഗം വീണ്ടും തുടരുകയായിരുന്നു. ഈ ഒരു സമയത്ത് ജോൺ ബ്രിട്ടാസ് MPയുടെ മുഖത്ത് വന്നിട്ടുള്ള ഒരു ലഭ്യനായിട്ടുള്ള ഒരു ചിരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ തമിഴ്നാട് വാർത്താ ചാനലുകളിലൊക്കെ തന്നെ ഇപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ പ്രസംഗം തുടർന്നു. ഈ സമയത്ത് ജോൺ ബ്രിട്ടാസ് MP തന്നെ ഒരു തമാശ രൂപേണ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ലഭ്യനായിട്ടുള്ള, അല്ലെങ്കിൽ നാണം കെട്ടിട്ടുള്ള ഒരു ചിരിയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് അത് കാണുന്ന ആർക്കും തന്നെ മനസ്സിലാകുന്നതാണ്. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു മറുപടി കേട്ട് എന്താണ് പറയേണ്ടതെന്നറിയാതെ നാണം കെട്ട് ചിരിക്കാൻ മാത്രമേ ജോൺ ബ്രിട്ടാസ് MPക്ക് സാധിച്ചുള്ളൂ. വളരെ നാണം കെട്ട ഒരു സംഭവം തന്നെയാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർലമെന്റിലെ ഇപ്പോൾ ഈ ഒരു ചോദ്യവും അതിനുള്ള അദ്ദേഹം നൽകിയിട്ടുള്ള ഈ ഒരു മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം MP ആയ ഡോക്ടർ തമ്പിദുരൈ പ്രസംഗത്തിൽ അമ്മ എന്ന് പരാമർശിക്കുമ്പോൾ അത് പുരക്ഷി തലവി എന്ന ജയലളിതയെ കുറിച്ചാണെന്ന് ജോൺ ബ്രിട്ടാസ് MPക്ക് അറിയാത്തതല്ല. മറിച്ച് ആ അഭിസംബോധനയെ ബ്രിട്ടാസ് MP കളിയാക്കിയത് തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. തമിഴർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ്. അവർ പൊതുവെ അമ്മ എന്ന അഭിസംബോധന പ്രായം കുറഞ്ഞ സ്ത്രീകൾക്ക് പോലും അവർ നൽകാറുണ്ട്. പലരും അവർ ഇപ്പോൾ പെൺകുട്ടികളോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അവർ അമ്മ എന്ന് ചേർത്തുകൊണ്ട് സംസാരിക്കുന്നത് അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കളിയാക്കലിലാണ് ഇവരുടെ രാഷ്ട്രീയം നിലകൊള്ളുന്നത് തന്നെ. 2-3 തവണ വിച്ച് അമ്മ എന്ന ബ്രിട്ടാസിന്റെ ഇറിറ്റേറ്റിംഗ് ചോദ്യത്തിന് യുവർ അമ്മ എന്ന തമ്പിദുരൈ ഒടുവിൽ മറുപടി കൊടുത്തതും അത് കേട്ട് ഇലേബിയ ചിരിച്ച് ബ്രിട്ടാസ് ഇതെന്ത് എന്ന മട്ടിൽ ആംഗ്യമൊക്കെ കാണിച്ചെങ്കിലും ഏതായാലും അടുത്ത ക്യാപ്സ്യൂൾ ഉടൻ തന്നെ ഇറങ്ങുന്നത് നമുക്ക് കാണാം. ഏതായാലും ഒരാൾ അദ്ദേഹം തന്നെ പ്രസംഗിക്കുമ്പോൾ അതിനൊരു ബഹുമാനം കൊടുക്കുക എന്നുള്ളതൊരു സ്വാഭാവികമാണ്. അതൊരു മനുഷ്യന്റെ ഒരു സെൻസ് ആണ്. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് തന്നെ കേട്ടിട്ട് അല്ലെങ്കിൽ സഹതാപം തോന്നുകയാണ്. 4 പതിറ്റാണ്ടായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം. രാജ്യസഭയിൽ അദ്ദേഹം 2ാം തവണയുമാണ് ഉള്ളത്. സഹപ്രവർത്തകരിൽ നിന്ന് ആദ്യമായി ഏതായാലും അമ്മയ്ക്ക് വിളി കേൾക്കുന്ന ഒരു MP സഭയിലിരുന്നവർ പോലും ചിരിച്ചുപോയ ഒരു നിമിഷമായിരുന്നു അത്. വെറുതെ ചെന്ന് ചൊറിയാൻ നിന്ന ബ്രിട്ടാസിന് കിട്ടിയത് ഏതായാലും അസൽ മറുപടിയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ
പറയുമ്പോൾ ഒരു പ്രതിപക്ഷ MP-യെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ ഇത്തരത്തിലുള്ള ചന്ത സ്വഭാവം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാണിക്കാം. ഈ പ്രവൃത്തിക്ക് അവിടെ തന്നെയാണ് മറുപടി കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. സോഷ്യൽ മീഡിയ തുറന്നാലൊക്കെ വെറുതെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് MP എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ഇന്നലത്തെ ഈ ഒരു സംഭവത്തിന്റെ വീഡിയോയും ജോൺ ബ്രിട്ടാസ് MP-ക്കെതിരെ കളിയാക്കലും പരിഹാസവും അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പോസ്റ്റ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: തമിഴ്നാട്ടിൽ ജോൺ ബ്രിട്ടാസിനെതിരെ സൈബർ ആക്രമണം. എന്റെ തമിഴ് അണ്ണന്മാരെ, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ പാവപ്പെട്ട ജോൺ ബ്രിട്ടാസിനെ ഇങ്ങനെയൊന്നും ക്രൂശിക്കല്ലേ. പുള്ളി എത്ര മാന്യനും നിഷ്കളങ്കനുമായ തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഞങ്ങളുടെ ഈ കണ്ണിലുണ്ണിയെ ഇട്ട് സൈബറിൽ ഇങ്ങനെ പൊരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? പുള്ളി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ പാവത്തിന്റെ ശുദ്ധഗതി കൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് പ്ലീസ് നമ്മ ബ്രിട്ടാസിന് സാറെ വിട്ടിരുങ്കപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമിഴ് ലാംഗ്വേജിലൊക്കെയാണ് ചിലർ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ കമന്റ് ബോക്സിൽ ഒരാൾ പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ ഒരു ചാനലിലെ കമന്റ് ബോക്സ് മൊത്തം ഇവൻ കാരണം മലയാളികളെ തെറി വിളിക്കുകയാണെന്നാണ് ഒരു വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു കമന്റ്: തമിഴർ ബഹുമാനത്തോടെ സ്ത്രീകളെ അമ്മ എന്ന പൊതുവെ സംബോധന ചെയ്യും. ജയലളിത എല്ലാ തമിഴന്മാരുടെയും അമ്മ സ്ഥാനത്തായിരുന്നു. ബ്രിട്ടാസ് MP ബേസിക്കലി ഒരു ബോറനായതിനാൽ കിട്ടിയത് നന്നായി. പച്ചയ്ക്ക് തള്ളക്കി വിളി കേട്ടി ബ്രിട്ടാസ് ഇളിച്ചോണ്ട് തൊഴുതിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു കമന്റ് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജോൺ ബ്രിട്ടാസ് MP എയറിലാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത്. RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ 3ാമത്തെ ആളാണ് താനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പല BJPയുടെ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു, വല്ല പച്ചക്കറി കടയത്തെ ലിസ്റ്റാണോ ഇദ്ദേഹം പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിൽ കമന്റുകൾ അല്ലെങ്കിൽ പോസ്റ്റുകളും പങ്കുവയ്ക്കും. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു സഹപ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരാൾ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു ദോഷം ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്തെക്കുറിച്ചോ ഒന്നും തന്നെയല്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള അവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള പരാമർശങ്ങൾ അത് പരമാവധി ഒഴിവാക്കാമായിരുന്നു. അല്ലാത്ത പക്ഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം നടൻ വിനായകനും ജോൺ ബ്രിട്ടാസ് MP-ക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി യുവജന സമരം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ജോൺ ബ്രിട്ടാസിനെതിരെ വിനായകൻ രംഗത്തെത്തിയത്. അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു പരാമർശം നടത്തിയത്. അധിക്ഷേപം നിറഞ്ഞ വാക്കും മോശം പരാമർശങ്ങളുമാണ് MP-ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിനായകൻ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ കടുത്ത വിമർശനവും താരത്തിനെതിരെ ഉയരുന്നുണ്ടായിരുന്നു. യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയും എടുത്ത് കുടുംബം പോറ്റട എന്ന പോസ്റ്റിൽ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് പങ്കുവച്ചത്. ഇവിടെ പക്ഷേ ജോൺ ബ്രിട്ടാസ് എന്ന പേര് വിനായകൻ ഉപയോഗിക്കുന്നില്ല. പകരം അദ്ദേഹത്തിന്റെ ചിത്രം കുറിപ്പിനൊപ്പം പങ്കുവച്ചിരുന്നു. നീറ്റ് പ്രതിഷേധ സമരത്തിന് പിന്നാലെ SFI ദേശീയ നേതാവ് ഐഷ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് നടത്തിയ നീക്കം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള നേതാക്കൾ എത്തി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വിനായകന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നിട്ടുള്ള ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ഇപ്പോൾ വൈറലാകുന്നത്.